ഇന്ന് നമുക്ക് വളരെ വിവാദമായിട്ടുള്ള കേരള സ്റ്റോറി എന്ന സിനിമയുടെ രണ്ടാമത്തെ പാർട്ടിന്റെ കഥ നോക്കിയാലോ? ഈ ഒരു സിനിമ എക്സ്പ്ലെയിൻ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ഒരുപാട് തവണ ആലോചിച്ചു. എന്നിട്ട് അവസാനം ചെയ്യാന്ന് ഞാൻ തീരുമാനിച്ചതാ. കേരള സ്റ്റോറി എന്ന പേരും കാണിക്കുന്നത് നോർത്ത് ഇന്ത്യയിലെ കഥയുമാ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുതേ. എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. കഥ തുടങ്ങുമ്പോൾ ഒരു വീട്ടിലേക്ക് പോലീസുകാരെല്ലാവരും വെപ്രാളപ്പെട്ട് ഓടിവരികയാണ്. അവർ വന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച മുട്ടയടിക്കപ്പെട്ട നിലയിൽ ഒരു പെൺകുട്ടി മരണപ്പെട്ട് കിടക്കുന്നു. അതിനുശേഷം ഗ്വാളിയർ എന്ന സ്ഥലമാണ് കാണിക്കുന്നത്. അവിടെയും ഒരു പെൺകുട്ടി ടെറസിന് മുകളിൽ നിന്നും താഴേക്ക് വീണ് മരണപ്പെട്ട് കിടക്കുന്നു. അതിനുശേഷം ജോധ്പൂർ എന്ന സ്ഥലം കാണിക്കുന്നു. അവിടെ ഒരു പെൺകുട്ടിയുടെ കൈപ്പത്തി മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. 3 പെൺകുട്ടികൾ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട് കിടക്കുന്നു. ആ ഒരു സീൻ അവിടെ കട്ടായി പിന്നീട് കേരളമാണ് കാണിക്കുന്നത്. അവിടെ സുരേഖ എന്നൊരു പെൺകുട്ടി അത്യാവശ്യം മോഡേൺ ഫാമിലിയാണ്. മാത്രമല്ല IT കമ്പനിയിലാണ് സുരേഖ ജോലി ചെയ്യുന്നതും. എന്നാൽ ഈ സുരേഖ സലീം എന്നൊരു പയ്യനുമായിട്ട് പ്രണയത്തില. പക്ഷേ ഈ സലീം മാരീഡ് ആണ്, ഒരു കുട്ടിയുമുണ്ട്. എന്നാൽ ആ ഒരു ജീവിതം അത്ര നല്ലതല്ല. അവർ പിരിഞ്ഞാണ് താമസിക്കുന്നതും. സലീമുമായിട്ട് സുരേഖ പ്രണയത്തിലാണെന്നുള്ള കാര്യം വീട്ടുകാരോട് പറയാൻ അവൾക്ക് വല്ലാത്ത പേടി. ഒന്നാമത്തെ കാര്യം, സലീം വേറെ മതത്തിൽപ്പെട്ടവൻ. രണ്ടാമത്തെ കാര്യം, അവൻ മാരീഡ് ആണ്, ഒരു കുട്ടിയുമുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ വീട്ടുകാരോട് ഈ ഒരു കാര്യം പറയത്തേയില്ല. എന്നാൽ സുരേഖയുടെ വീട്ടുകാരാണെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ട് വേറെ വിവാഹാലോചനയൊക്കെ കൊണ്ടുവരുന്നു. മറ്റൊരാളെ വിവാഹം കഴിക്കേണ്ടി വരുമെന്ന് പേടിച്ച് സുരേഖ സലീമിനെ പറ്റി വീട്ടുകാരോട് തുറന്നു പറയുന്നു. എന്നാൽ വീട്ടുകാരാണെങ്കിൽ ആ ഒരു ബന്ധത്തെ എതിർക്കുകയാണ് ചെയ്തത്. അതോടുകൂടി സുരേഖ സലീമുമായിട്ട് ഒരുമിച്ച് ജീവിക്കുവാനായും തീരുമാനിക്കും. വീട്ടുകാരോട് അതും പറഞ്ഞ് സലീമിനൊപ്പം അവൾ ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. സലീമാണ് സുരേഖയെ കൂട്ടിക്കൊണ്ടു പോകുവാനായും വരുന്നതും. വീട്ടുകാർ എന്ത് പറയാനാ, അതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാ. അതിനുശേഷം നേഹ എന്നൊരു പെൺകുട്ടിയെ കാണിക്കുന്നു. അവളാണ് ഒരു ജാവലിൻ പ്ലെയർ ആണ്. എങ്ങനെയെങ്കിലും ഒളിമ്പിക്സിലൊക്കെ പങ്കെടുത്ത് മെഡൽ വാങ്ങണം, അത് തന്നെയാണ് നേഹയുടെ സ്വപ്നം. എന്നാൽ ഈ നേഹ രാജു എന്ന പയ്യനുമായിട്ട് പ്രണയത്തില. പക്ഷെ അവളുടെ വീട്ടുകാർക്ക് ഈ പ്രണയബന്ധത്തിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർ എതിർക്കുമെന്നുള്ള കാര്യം നേഹയ്ക്ക് ഉറപ്പ് തന്നെയാണ്. മാത്രവുമല്ല, നേഹയുടെ വീട്ടുകാരാണെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ടും വേറെ കല്യാണമൊക്കെ കൊണ്ടുവരുന്നുണ്ട്. നേഹ ഈ കാര്യങ്ങളെല്ലാം രാജുവിനോടും പറയുന്നു. എന്റെ നാട്ടിലൊരു കോച്ചുണ്ട്, നിനക്ക് ജാവലിൻ ത്രോയ്ക്ക് പ്രാക്ടീസും ചെയ്യാനാകുമെന്നുള്ള കാര്യം രാജു പറയുന്നു. നേഹയെ ഇറങ്ങി വരുവാൻ വേണ്ടിയിട്ട് രാജു പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. രാജുവിനൊപ്പം പോയി കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യാമല്ലോ എന്ന് നേഹ ചിന്തിക്കും. ആ സമയത്തായിരുന്നു നേഹയുടെ വീട്ടുകാരാണെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു വിവാഹാലോചന കൊണ്ടുവരുന്നതും. അത് മനസ്സിലാക്കി നേഹ ഒരു ദിവസം രാജുവിനെ കൂട്ടി ഒരു അമ്പലത്തിലേക്ക് പോകുന്നു. അവിടെ വെച്ച് രണ്ടുപേരും വിവാഹവും കഴിക്കുകയാണ്. എന്നാൽ നേഹയെ പെണ്ണ് കാണുവാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടരും വരുന്നുണ്ട്. അത് മനസ്സിലാക്കി നേഹ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്റെ കഴുത്തിൽ കിടക്കുന്ന താലിയെടുത്ത് അവരെ കാണിക്കുകയും ചെയ്യുന്നു. രാജു എന്ന പയ്യനുമായിട്ട് താൻ പ്രണയത്തിലാണെന്നും അവനെ താൻ വിവാഹം കഴിച്ചു, അവനോടൊപ്പം മാത്രമേ ജീവിക്കൂ എന്നും നേഹ പറയുന്നു. അങ്ങനെ വീട്ടിലാകെ പ്രശ്നം നടക്കുകയാണ്. ഒടുവിൽ നേഹ രാജുവിനൊപ്പം ഇറങ്ങിപ്പോയി. അങ്ങനെ അവരൊരു വീട് വാടകയ്ക്കെടുത്താണ് അവിടെ താമസിക്കുന്നതും. രണ്ടുപേരുടെയും ജീവിതം ഏകദേശം നല്ല രീതിക്ക് മുന്നോട്ട് പോകെ ഒരു ദിവസം രാജു സങ്കടപ്പെട്ടിരിക്കുക. രാജുവിനടുത്തേക്ക് നേഹ എന്താ നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു സത്യം അവൻ നേഹയോട് തുറന്നു പറയുന്നത്. യഥാർത്ഥത്തിൽ എന്റെ പേര് രാജു എന്നല്ല, എന്റെ പേര് ഫൈസൽ എന്നാണ്. ഞാൻ മറ്റൊരു മതത്തിൽ പെട്ടതാണെന്നും രാജു പറയുന്നു. അത് കേട്ട് നേഹ ആകെ തകർന്നു പോകുന്നു. നീ ഇതെന്തുകൊണ്ട് എന്നോട് മുൻപേ പറഞ്ഞില്ല എന്ന് ചോദിച്ച് നേഹ അവനെ തല്ലുന്നു. ഞാൻ വേറൊരു മതത്തിൽപ്പെട്ട ആളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നീ ഒരിക്കലും എന്നെ സ്വീകരിക്കില്ലല്ലോ, നീ എന്നെ സ്നേഹിക്കില്ലല്ലോ, അതുകൊണ്ടാ ഞാനിങ്ങനെ കള്ളം പറഞ്ഞതെന്നും ഫൈസൽ പറയുന്നു. മാത്രമല്ല, നേഹ അവന്റെ വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്യുമോ എന്ന ടെൻഷനിലാണ് അവൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്. കാരണം അവളും വേറൊരു മതത്തിൽ ചേർന്ന പെൺകുട്ടിയാണല്ലോ. ആ ഒരു സങ്കടമാണ് അവൻ അവിടെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നതും. എന്നിട്ട് അതിനുശേഷം അവൻ പ്രയർ ചെയ്യുവാനേയും ആരംഭിക്കുന്നു. അതെല്ലാം കാണുന്ന നേഹയ്ക്ക് വല്ലാതെ സങ്കടം. പെട്ടെന്ന് എടുത്തു ചാടി ഇങ്ങനൊരു തീരുമാനമെടുത്ത് തന്റെ വീട്ടുകാരെയൊക്കെ ചതിക്കുകയായിരുന്നല്ലോ, അതിന്റെ ശിക്ഷയാണ് താനീ അനുഭവിക്കുന്നത്. അങ്ങനെയൊന്നും ഇറങ്ങി വരണ്ടായിരുന്നു എന്നൊക്കെ നേഹ ചിന്തിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വേറെ വഴിയില്ലാതെ നേഹ ഫൈസലിന്റെ മതത്തിലേക്കും ചേരുകയാണ്. അവൾ ആലിയ എന്നും പേര് മാറ്റി. അതിനുശേഷം ഒരു വയസ്സായ ആളിനെയാണ് കാണിക്കുന്നത്. അയാൾക്കടുത്തേക്ക് ഒരുപാട് പയ്യന്മാരും പെൺകുട്ടികളും എത്തിയിട്ടുണ്ട്. അവരുടെ പരിപാടി എന്തെന്നാൽ അവരുടെ മതത്തിലേക്ക് ഒരുപാട് ആളുകളെ ചേർക്കുക. അതിന്റെ ഒരു സിൻഡിക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ഈ വയസ്സായ ആൾ. അങ്ങനെയാണ് ആലിയ എന്ന പേരിൽ നേഹയും ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. സുരേഖയെ കല്യാണം കഴിച്ച സലീമും ഇതേ ഗ്യാങ്ങിൽപ്പെട്ട ആളാണ്. സുരേഖയും അതുപോലെ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നതും.
ആ ഒരു സീൻ അവിടെ കട്ടായി ദിവ്യ എന്ന പെൺകുട്ടിയാണ് കാണിക്കുന്നത്. ഈ ദിവ്യ പഠിത്തത്തിൽ കുറച്ച് ഉഴപ്പാണെങ്കിലും ഡാൻസിലൊക്കെ അവൾക്ക് വലിയ താല്പര്യമാണ്. മാത്രമല്ല കാണാനൊക്കെ നല്ല സുന്ദരിയുമാ. സ്കൂൾ വിദ്യാർത്ഥിനിയായ ദിവ്യയ്ക്ക് ഒരു ഡാൻസർ ആകണമെന്നാണ് ഏറ്റവും വലിയ ആഗ്രഹവും. അതിനു വേണ്ടിയിട്ട് അവൾ ഒരുപാട് റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്യും. ഡാൻസ് കളിക്കുന്ന റീൽസ് ഒക്കെയാണ് അവൾ പോസ്റ്റ് ചെയ്യുന്നത്. ആളുകളൊക്കെ ഒരുപാട് പേർ അവളെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് അവൾ ചെറിയ ചെറിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എക്സ്പോസ് ചെയ്യുന്ന വിധമാണ് ഡാൻസ് ഒക്കെ കളിക്കുന്നത്. ഇതെല്ലാം കാണുന്ന അച്ഛനും അമ്മയ്ക്കും അതൊന്നും അത്ര ഇഷ്ടമാകുന്നതേയില്ല. അവർ അതിനെ ഒരുപാട് എതിർക്കും. പഠിക്കേണ്ട പ്രായത്തില് പഠിക്ക്, അല്ലാതെ ഇതൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് വീട്ടുകാർ അവളെ ഒരുപാട് ഉപദേശിക്കുന്നു. എന്നാൽ ഈ ദിവ്യ റഹീം എന്ന പയ്യനുമായിട്ട് പ്രണയത്തിലാണ്. ദിവ്യ ഏറ്റവും കൂടുതൽ ഈ ഒരു കാര്യത്തിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നത് റഹീമാണ്. നിനക്ക് ഡാൻസ് കളിക്കണോ കളിച്ചോ, വിവാഹത്തിന് ശേഷം നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിനക്ക് നടക്കാം, നിനക്ക് റീൽസ് ചെയ്യാം, ഡാൻസ് കളിക്കാം, നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം, അതിനൊന്നും ഞാൻ തടസ്സം നിൽക്കില്ല എന്ന് പറഞ്ഞ് അവളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു. നിന്റെ വീട്ടുകാരത്തിനെതിരാണെങ്കിലും നിന്റെ ഇഷ്ടം ഏതാണോ അതുപോലെ നീ ചെയ്യണം, നീ വീണ്ടും റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്യണമെന്നും അവൻ അവളോട് പറയുന്നു. റഹീം അവളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അച്ഛനും അമ്മയും വഴക്ക് പറഞ്ഞിട്ട് റീൽസ് ഷൂട്ടിംഗ് ഒക്കെ അവൾ നിർത്തിവെച്ചിരിക്കുകയാണല്ലോ. വീണ്ടും അവൾ അത് ആരംഭിക്കുന്നു. വീണ്ടും ചെറിയ ചെറിയ ഡ്രസ്സൊക്കെ ഇട്ടാണ് അവൾ ഡാൻസ് ഒക്കെ കളിക്കുന്നതും. അത് കാണുന്ന അച്ഛന് വല്ലാതെ ദേഷ്യം വരികയും ഇനി ഈ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നീ ഇങ്ങനെ റീൽസ് ഒക്കെ ചെയ്യൂ എന്ന് പറഞ്ഞ് അവളുടെ മൊബൈൽ വാങ്ങി തല്ലി പൊട്ടിച്ചു കളയുന്നു. അതിൽ ദേഷ്യം കയറിയ ദിവ്യയാണെങ്കിൽ റഹീമിനെ വിളിച്ചിട്ട് എന്റെ വീട്ടില് എനിക്കൊരു ഫ്രീഡവും ഇല്ല, എന്റെ മൊബൈലൊക്കെ തല്ലി പൊട്ടിച്ചു കളഞ്ഞു, ഞാനിനി ഇവിടെ നിൽക്കില്ല എന്നുള്ള രീതിയിൽ റഹീമിനോട് സംസാരിക്കും. റഹീം അവളോട് ഇറങ്ങി വരുവാനായും പറഞ്ഞു. അന്ന് രാത്രിക്ക് രാത്രി തന്നെ വീട്ടുകാരറിയാതെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ദിവ്യ റഹീമിനൊപ്പം ഇറങ്ങിപ്പോവുകയും ചെയ്യും. ദിവ്യയെ വിളിച്ചിറക്കിക്കൊണ്ടുപോയ റഹീം ദിവ്യയുടെ വീട്ടുകാർ വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ മാരേജും രജിസ്റ്റർ ചെയ്യുന്നു. എന്നാൽ ദിവ്യയുടെ വീട്ടുകാരാണെങ്കിലോ തന്റെ മകളെ കാണാനില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ദിവ്യയുടെ ഫോണിലേക്ക് തുരുതുരാ വിളിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ദിവ്യയുടെ ഫോണിലേക്ക് അച്ഛന്റെയും അമ്മയുടെയും കോള് വരുന്നത് കാണുന്ന റഹീം ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയും ചെയ്യുന്നു. വീട്ടുകാരുടെ പ്രശ്നം ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് റഹീം അവളോട് ഒരു ഐഡിയ പറയുന്നു. ആ ഐഡിയ എന്തെന്നാൽ ദിവ്യയെ അവന്റെ മതത്തിലേക്ക് മാറ്റുക എന്നത്. ദിവ്യയും അതിന് സമ്മതിക്കുകയാണ്. എന്നാൽ ദിവ്യയുടെ അച്ഛനും അമ്മയും പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കും. തന്റെ മകൾ സ്കൂൾ പോലും കഴിഞ്ഞിട്ടില്ല, അതിനു മുൻപായിട്ട് അവളെ ഒരു പയ്യൻ കടത്തിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞാണ് കംപ്ലൈന്റ് കൊടുക്കുന്നത്. വിവരമറിഞ്ഞ പോലീസാണെങ്കിൽ കേസെടുക്കുകയും ഉടനെ തന്നെ റഹീമിന്റെ വീട്ടുകാരെയും എല്ലാവരെയും അവിടേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്യുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് റഹീമും ദിവ്യയും റഹീമിന്റെ ആളുകൾ എല്ലാവരും കൂടിയാണ് എത്തുന്നത്. റഹീമിനൊപ്പം ദിവ്യയെ കാണുന്ന അച്ഛൻ ആകെ തകർന്നു പോകുന്നു. അവരുടെ മതത്തിലുള്ള വേഷവും ധരിച്ചുകൊണ്ടാണ് ദിവ്യ എത്തിയിരിക്കുന്നത്. അത് കാണുന്ന അച്ഛൻ ചിന്തിക്കും, എന്തെന്നാൽ പലതവണയും അച്ഛൻ അവളുടെ വേഷം ശരിയല്ല എന്ന് പറഞ്ഞ് നല്ല വേഷം ധരിക്കുവാനായി പറഞ്ഞപ്പോഴൊന്നും ദിവ്യ കേട്ടിട്ടേയില്ല. എന്നാൽ ഇപ്പോൾ അവരുടെ മതത്തിൽപ്പെട്ട വേഷവും ധരിച്ചു വരുന്നത് കണ്ട് അച്ഛൻ ആകെ തകർന്നു പോകും. അച്ഛൻ ആകെ ദേഷ്യം വരുന്നു. അച്ഛൻ പറയുന്നത്, എന്റെ മകൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല, അവൾ സ്കൂളും കഴിഞ്ഞിട്ടില്ല, ഇവന്റെ പേരിൽ പോക്സോ കേസ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് ദിവ്യയുടെ ബർത്ത് സർട്ടിഫിക്കറ്റും അങ്ങനെയുള്ള ഡോക്യുമെന്റ്സ് എല്ലാം കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ റഹീമിന്റെ വീട്ടുകാരാണെങ്കിലോ മറ്റൊരു ഡോക്യുമെന്റ്സ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസുകാരാണെങ്കിൽ റഹീമിന്റെ വീട്ടുകാരെ വിശ്വസിക്കുകയും റഹീമിനൊപ്പം ദിവ്യയെ പറഞ്ഞുവിടുകയും ചെയ്തു. എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം അവൾ ആഗ്രഹിക്കും വിധം മാറുമെന്നവൾ കരുതി. പക്ഷേ മാറിയതേയില്ല. അത്രയും നാള് വിവാഹത്തിന് മുൻപ് റഹീം പറഞ്ഞിരുന്നത് അവൾക്ക് എന്താണോ ഇഷ്ടം അതുപോലെ തന്നെ ജീവിക്കാമെന്നല്ലേ. പക്ഷേ ഇവിടെ അവളുടെ ഇഷ്ടത്തിന് ഡ്രസ്സ് ധരിക്കാനേ സമ്മതിക്കുന്നില്ല. അവരുടെ മതത്തിലുള്ള ഡ്രസ്സാണ് അവളെ കൊണ്ട് ധരിപ്പിക്കുന്നതും. മാത്രമല്ല അവൾക്ക് റീൽസ് ഷൂട്ട് ചെയ്യാമെന്നൊക്കെ അവൻ പറഞ്ഞില്ലേ, അതുപോലും അവളെ ചെയ്യാൻ സമ്മതിക്കുന്നതേയില്ല. അവരുടെ കൺട്രോളിൽ തന്നെയാണ് ദിവ്യയുടെ ജീവിതം മുന്നോട്ട് പോകുന്നതും. മാത്രവുമല്ല അവളെ കൊണ്ട് നിർബന്ധിച്ച് പ്രയർ ചെയ്യിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ദിവ്യയ്ക്ക് തന്റെ തീരുമാനം തെറ്റായി പോയോ എന്നുള്ള ചിന്തകളൊക്കെ വന്നു തുടങ്ങിയിരുന്നു. ആ സീൻ അവിടെ കട്ടായി സുരേഖയെ കാണിക്കുന്നു. സുരേഖ സലീമിനൊപ്പം ലിവിംഗ് റിലേഷൻഷിപ്പിലാണല്ലോ. എന്നാൽ ഒരു ദിവസം അവരുടെ വീട്ടിലേക്ക് സലീം തന്റെ എക്സ് വൈഫിനെ വിളിച്ചുകൊണ്ടുവരും. അത് കാണുന്ന സുരേഖയ്ക്ക് വല്ലാതെ ദേഷ്യം വരികയാണ്. നിങ്ങൾ എന്തിനാ നിങ്ങളുടെ എക്സ് വൈഫിനെ കൂട്ടിക്കൊണ്ടു വന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവൾ ഇപ്പോഴും എന്റെ വൈഫ് തന്നെയാണ്, ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല, കോടതിയിൽ കേസ് നടക്കുന്നു, ചെറിയ പ്രശ്നങ്ങളുണ്ട്, ഉടനെ തന്നെ ആകുമെന്നും സലീം പറയുന്നു. അതുവരെ കുറച്ചു ദിവസത്തേക്ക് ഇവൾ ഇവിടെ നിൽക്കട്ടെ എന്നും സലീം പറയുകയാണ്. വേറെ വഴിയില്ലാതെ സുരേഖ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ ദിവസങ്ങളെന്ന് പറഞ്ഞിട്ട് മാസങ്ങൾ കടന്നുപോയി. എന്നിട്ടും സലീമിന്റെ വൈഫും കുഞ്ഞും അവിടെ നിന്ന് പോകുന്നതേയില്ല. അവൾക്കാണെങ്കിൽ വല്ലാതെ ദേഷ്യം വരും. അതുകൊണ്ട് തന്നെ സുരേഖ സലീമുമായിട്ട് വഴക്കിട്ട് അവിടെ നിന്ന് പോകുവാനായി ഇറങ്ങുന്ന സമയം തന്നെയായിരുന്നു സലീമിന്റെ എക്സ് വൈഫ് വന്നിട്ട് സുരേഖയെ തടയുന്നതും. എക്സ് വൈഫിനൊപ്പം 2-3 ലേഡീസും ഉണ്ടായിരുന്നു. അവർ 3 പേരും ചേർന്നിട്ട് സുരേഖയെ റൂമിലിട്ട് പൂട്ടുകയാണ്. സലീം സുരേഖയുടെ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, ഡ്രസ്സ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കത്തിച്ച് കളയുകയും ചെയ്തു. മാത്രമല്ല സുരേഖ വെജിറ്റേറിയൻ ആണ്. എന്നാൽ ഈ സലീമിന്റെ എക്സ് വൈഫും അവരുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളും ചേർന്ന് സുരേഖയെ ബലമായി പിടിച്ചു കിടത്തിയിട്ട് അവൾക്ക് ഇഷ്ടമില്ലാത്ത നോൺ വെജ് ഫുഡ് അവളെ കൊണ്ട്
കൊണ്ട് കഴിപ്പിക്കുകയും ചെയ്യുന്നു. സുരേഖ ആകെ പെട്ട അവസ്ഥയിൽ നിൽക്കുകയാ. അതിനുശേഷം ദിവ്യയെ കാണിക്കുന്നു. ദിവ്യ താൻ ആഗ്രഹിച്ചതുപോലെ റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്യുവാനായിട്ട് മൊബൈലെല്ലാം റെഡിയാക്കി നിൽക്കവേ അവിടേക്ക് ദിവ്യയെ കല്യാണം കഴിച്ച റഹീം വരുന്നു. റഹീം ആണെങ്കിലോ ഇവിടെ ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് മൊബൈൽ പിടിച്ചു വാങ്ങിക്കുകയാണ്. നീ എന്നോട് നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ നടക്കാമെന്നൊക്കെ പറഞ്ഞല്ലേ വിവാഹം കഴിച്ചത്, പിന്നെ എന്താ ഇങ്ങനെ ചെയ്യുന്നെന്നൊക്കെ പറഞ്ഞ് ദിവ്യ റഹീമുമായിട്ട് വഴക്കിടും. റഹീമും ദിവ്യയുമായിട്ട് വലിയ പ്രശ്നമുണ്ടാക്കുകയാണ്. അതിനുശേഷം നേഹയെ കാണിക്കുന്നു. നേഹയുടെയും ഫൈസലിന്റെയും വിവാഹം അവരുടെ ആചാരപ്രകാരം കഴിയുകയാണ്. അങ്ങനെ നേഹയാണെങ്കിലോ ഫൈസലിന് വേണ്ടിയിട്ട് തന്റെ റൂമിൽ വെയിറ്റ് ചെയ്യുന്നു. അവരുടെ ഫസ്റ്റ് നൈറ്റ് ആണല്ലോ. എന്നാൽ റൂമിലേക്ക് വന്നത് ഫൈസൽ ആയിരുന്നില്ല. അവർക്ക് ഒരു വയസ്സായ ഒരാൾ, അവരുടെ നേതാവായിട്ട് ഒരാൾ ഉണ്ടല്ലോ, അവരുടെ മതത്തിലേക്ക് ആളിനെ ചേർക്കുന്ന സിൻഡിക്കേറ്റ് ആയിട്ടുള്ള ഒരാള്, അയാളായിരുന്നു വന്നിരുന്നത്. നേഹ ഫൈസൽ എവിടെ, നിങ്ങൾ എന്തിനാ ഇവിടേക്ക് വന്നതെന്നൊക്കെ ചോദിച്ച് പ്രശ്നമുണ്ടാക്കുമ്പോൾ അയാളാണെങ്കിലോ റൂമിനകത്തേക്ക് കയറി കതകടയ്ക്കുന്നു. എന്നിട്ട് നേഹയെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്യുകയാണ്. പ്രണയിച്ചാളിനെ തന്റെ മണിയറയിൽ കാത്തിരിക്കുന്ന സമയത്ത് ആ ഒരു പെൺകുട്ടിക്ക് അപരിചിതനിൽ നിന്നും സെക്ഷൽ അബ്യൂസ് നേരിടേണ്ടി വന്നല്ലോ. നേഹ പൊട്ടിക്കരയുകയാണ്. എന്നാൽ നേഹ അവിടം വിട്ട് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവളെ അവിടെ ലോക്ക് ചെയ്യുകയും അവളെ പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നു. അവൾക്കടുത്തേക്ക് ഒരുപാട് പേർ വന്നു പോവുകയാണ്. അങ്ങനെ ജീവിതമേ നശിച്ച അവസ്ഥയായി നേഹയുടേത്. മറ്റൊരു വശത്ത് ദിവ്യയെ കാണിക്കുന്നു. ദിവ്യ ഇപ്പോൾ പ്രഗ്നന്റ് ആയിരിക്കുകയാണ്. ദിവ്യ പ്രഗ്നന്റ് ആയ അതേ സമയം തന്നെയായിരുന്നു റഹീം ഫാത്തിമ എന്നൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു ഭാര്യ ഇരിക്കവേ മറ്റൊരു പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നതറിഞ്ഞ് ദിവ്യ ആകെ തകർന്നു പോകുന്നു. നീ വളരെ മോശപ്പെട്ട ആളാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല, നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ദിവ്യ റഹീമിനോട് ചോദിക്കുമ്പോഴോ റഹീം അവളെ ഒരുപാട് ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. അതെല്ലാം സഹിച്ച് ദിവ്യയ്ക്ക് അവിടെ കഴിയേണ്ടി വന്നു. ഫാത്തിമയെ മറ്റൊരു മുറിയിലാണ് റഹീം താമസിപ്പിച്ചിരിക്കുന്നതും. 2 ഭാര്യമാർക്കൊപ്പമാണ് റഹീം ജീവിക്കുന്നത്. അങ്ങനെ കുറെ നാളുകൾ കടന്നുപോയി. ഒടുവിൽ ദിവ്യ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയാണ്. പിന്നും അവൾ അതെല്ലാം സഹിച്ച് കുഞ്ഞിന് വേണ്ടിയിട്ട് അവിടെ ജീവിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൾ പഴയതുപോലെ റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്യുവാനായും തീരുമാനിച്ച് അവൾ ക്യാമറ ഓൺ ആക്കി അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവൾ ഡാൻസ് കളിക്കുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം അവൾ ആഗ്രഹിച്ച കാര്യം ചെയ്തതിന്റെ സന്തോഷമായിരുന്നു ദിവ്യയ്ക്ക്. അങ്ങനെ ദിവ്യ തന്റെ അച്ഛനെയും അമ്മയും കോള് ചെയ്യുന്നു. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ദിവ്യ അച്ഛനോടും അമ്മയോടും തുറന്നു പറയുകയാണ്. കാമുകന്റെ സ്വഭാവം ആദ്യമേ തിരിച്ചറിഞ്ഞപ്പോഴേ അവൾ ഇതൊക്കെ ചെയ്യണമായിരുന്നു. ഒരു കുഞ്ഞായതിനു ശേഷം ഇത്രയും നാളും അവിടെ പിടിച്ചു നിന്നിട്ട് ഇനി പാരന്റ്സിനെ വിളിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. എന്നാലും അവർ തന്റെ മകളല്ലേ എന്ന് ചിന്തിച്ച് അവളെ അവിടെ നിന്നും രക്ഷിക്കുവാനായിട്ടും തീരുമാനിക്കുന്നു. അതിനു വേണ്ടിയിട്ട് അച്ഛൻ അവൾക്കൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. അച്ഛൻ പറഞ്ഞ ഐഡിയ എന്തെന്നാൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു വീഡിയോ ആയി ഷൂട്ട് ചെയ്ത് അച്ഛൻ അയച്ചു കൊടുക്കുക. അങ്ങനെ ദിവ്യയാണെങ്കിലോ വീഡിയോ ആയി ഷൂട്ട് ചെയ്ത് അത് അച്ഛൻ അയച്ചു കൊടുത്തു. അതേ സമയമായിരുന്നു റഹീം അവിടേക്ക് വരുന്നത്. ദിവ്യ എന്തോ വീഡിയോ ഷൂട്ട് ചെയ്ത് അച്ഛൻ അയച്ചു കൊടുത്തു എന്നുള്ള കാര്യം റഹീമിന് മനസ്സിലായി. റഹീമാണെങ്കിലോ ദിവ്യ ഒരുപാട് ഉപദ്രവിക്കും. അവസാനം ദിവ്യയുടെ തല പിടിച്ച് ഭിത്തിയിൽ ഇടിക്കുന്നതോടുകൂടി ദിവ്യ മരണപ്പെട്ടു പോകുന്നു. ദിവ്യയുടെ മരണത്തോടുകൂടി എന്ത് ചെയ്യണമെന്നറിയാത്ത റഹീം ദിവ്യയുടെ ഡെഡ് ബോഡി പീസ് പീസായിട്ട് വെട്ടിമുറിച്ചതിന് ശേഷം കാട്ടിൽ കൊണ്ടുവന്ന് കളയുകയാണ്. സിനിമയുടെ തുടക്കത്തിൽ ജോധ്പൂരിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ കൈ കിട്ടിയില്ലേ, അത് യഥാർത്ഥത്തിൽ ദിവ്യയുടെ കൈയായിരുന്നു. ആ സീൻ അവിടെ കട്ടായി സുരേഖയെ കാണിക്കുന്നു. സുരേഖയാണെങ്കിലോ സലിമിന്റെ വീട്ടില് ടോർച്ചർ അനുഭവിക്കുകയാണല്ലോ. ഇനി അവിടെ ജീവിച്ചാൽ ശരിയാകില്ല എന്ന് ചിന്തിച്ച് രക്ഷപ്പെടുവാനായിട്ടും സുരേഖ തീരുമാനിക്കും. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നതേയില്ല. ഒടുവിൽ സുരേഖയാണെങ്കിൽ തനിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം ലെറ്റർ എഴുതി വെക്കുകയാണ്. മാത്രവുമല്ല സലിമിന് ഏറ്റവും ഇഷ്ടം സുരേഖയുടെ മുടിയാണെന്നുള്ള കാര്യം പ്രണയിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ സുരേഖ തന്റെ മുടിയെല്ലാം വഴിച്ചിറക്കി കളയുകയാണ്. അതിനുശേഷം തനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ആ വീട്ടിൽ തന്നെ തൂങ്ങി മരിക്കുകയും ചെയ്യുന്നു. സിനിമയുടെ തുടക്കത്തിൽ ഒരു പെൺകുട്ടി മൊട്ടയടിച്ച നിലയിൽ ഒരു വീടിനുള്ളിൽ മരിച്ചു കിടക്കുന്നതായിട്ട് പോലീസുകാർ കണ്ടെത്തിയില്ലേ, അത് യഥാർത്ഥത്തിൽ സുരേഖയായിരുന്നു. സുരേഖ തൂങ്ങി മരിച്ചു നിൽക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നേഹയെ കാണിക്കുന്നു. നേഹയ്ക്ക് ഇങ്ങനെയെങ്കിലും ഫൈസലിന്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ. നേഹയെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാക്കി അവർ മാറ്റിയിരിക്കുകയാണ്. ഇനിയും അവിടെ നിന്നാൽ പറ്റില്ല എന്ന് ചിന്തിച്ച നേഹയാണെങ്കിൽ ആരുമില്ലാത്ത തക്കം നോക്കി ആ വീട്ടിൽ നിന്നും രക്ഷപ്പെടുവാനായും ശ്രമിക്കുന്നു. രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് നേഹ ടെറസിൽ നിന്നും താഴേക്കെടുത്ത് ചാടുന്നു. സിനിമയുടെ തുടക്കത്തിൽ ഗ്വാളിയാറിൽ ഒരു പെൺകുട്ടി ടെറസിൽ നിന്ന് വീണ് മരിച്ചു കിടക്കുന്നു എന്നതായിട്ട് കാണിച്ചില്ലേ, സത്യത്തിൽ അത് നേഹയാണ്. എന്നാൽ നേഹ മരിച്ചിട്ടില്ല. കുറെ നേരം കഴിഞ്ഞതും അവൾക്ക് ബോധം വീഴുന്നു. കാലിനൊക്കെ ഒരുപാട് പരിക്കുണ്ട്. അവൾ കാലൊന്നും വയ്യാതെ വലിച്ചിടിച്ച് എങ്ങനെയൊക്കെ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും അവൾക്ക് നടന്ന കാര്യങ്ങളെല്ലാം അവൾ പോലീസുകാരോട് പറയുകയും ചെയ്തു. ഒടുവിൽ പോലീസുകാരാണെങ്കിലോ ഫൈസലിന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. ഇതിന് കാരണമായിട്ടുള്ള എല്ലാവരെയും പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ഇതൊക്കെ ഈ പെൺകുട്ടികൾക്ക് ആദ്യമേ ചെയ്യാവുന്ന കാര്യമായിരുന്നു. അവസാനം വരെ ഇതിങ്ങനെ പിടിച്ചു നിന്നത് കൊണ്ടാണ് ഇത്രയും അനുഭവിക്കേണ്ടി വന്നത്. അങ്ങനെ പെൺകുട്ടികൾക്ക് നടന്ന ക്രൂരകൃത്യങ്ങളെല്ലാം എല്ലാം ഓരോന്നോരോന്നായിട്ട് പുറത്തു വരികയാണ്. ഇതിനെല്ലാത്തിനും കാരണമായവരെ ഓരോരുത്തരെയായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ്
അറസ്റ്റ് ചെയ്യുകയാണ്. സലിമിനെയും കൂട്ടരെയും ഫൈസലിനെയും കൂട്ടരെയും അവരുടെ സിൻഡിക്കേറ്റ് ആയിട്ടുള്ള ആളുകളെയും എല്ലാവരെയും അറസ്റ്റ് ചെയ്തു. എന്നാൽ ഈ 3 പെൺകുട്ടികളുടെയും പാരന്റ്സ് എല്ലാവരും ചേർന്ന് നേരെ പോകുന്നത് ഈ പെൺകുട്ടികളെല്ലാം അടച്ചിട്ടിരുന്ന വീടൊക്കെ ഇല്ലേ, ആ വീട്ടിലേക്കാണ്. എന്നിട്ട് ആ വീടെല്ലാം JCB കയറ്റി ഇടിച്ച് തകർക്കുന്നതും കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.